ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താൽ സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്: രാജ്യത്തെ കർഷകർ കാത്തിരുന്ന PM കിസാൻ സമ്മാന നിധിയുടെ 18ാമത് ഗഡു വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയായ 2000 രൂപ 18ാം ഗഡുവായി ഒക്ടോബർ 5-ാം തീയതി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ഒക്ടോബർ 5 ശനിയാഴ്ച പ്രധാനമന്ത്രി വിതരണ പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ രാജ്യത്തെ 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് 18ാം ഗഡുത്തുകയായ 2000 രൂപ ക്രെഡിറ്റ് ആവുന്നത്. ആധാർ അധിഷ്ഠിതമായാണ് PM കിസാൻ ഗഡു വിതരണം. അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല, ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം. ആയതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ഏറ്റവും ഒടുവിൽ ആധാർ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും. 18ാം ഗഡു വിതരണം കഴിയുന്നതോടെ കർഷകർക്ക് 36,000 രൂപയാണ് കിസാൻ നിധി വഴി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളതാണ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങിയിരുന്നവരുടെ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 തിങ്കളാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 24 അവസാനിക്കേണ്ടിയിരുന്ന മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടും 7 ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ അതാതു മാസത്തെ പെൻഷനാണ് മാസാവസാന ദിവസങ്ങളിൽ സർക്കാർ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപായി സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബർ 30-നുള്ളിൽ സംസ്ഥാനത്ത് 56 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. അടിസ്ഥാന ക്ഷേമ പെൻഷൻ പട്ടികയിൽ 63 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7 ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ഇതിൽ കുറെ പേർ മരിച്ചുപോയവരും മറ്റു ചിലർ സംസ്ഥാനത്ത് നിലവിൽ ഇല്ലാത്തവരുമാണെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ചിലർ സർക്കാർ പരിശോധനകൾ കർശനമാക്കുന്നതിനാൽ ഒഴിവാകുവാൻ വേണ്ടി മസ്റ്ററിംഗ് ചെയ്യാതിരുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 30-ന് അവസാനിച്ച മസ്റ്ററിംഗ് സർക്കാർ നീട്ടി നൽകിയിട്ടില്ല. എങ്കിലും മസ്റ്ററിംഗ് വിട്ടുപോയവർക്കായി വീണ്ടും സർക്കാർ അവസരം നൽകുന്നതാണ്. അതിന്റെ വിവരങ്ങൾ ഇതുവരെ സർക്കാർ അറിയിപ്പായി എത്തിയിട്ടില്ല. നിലവിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് 2023-ൽ മസ്റ്ററിംഗ് ചെയ്തവർക്കായിരുന്നു. ഇനി മുതലുള്ള ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ 30-ന് അവസാനിച്ച 2024-ലെ വാർഷിക മസ്റ്ററിംഗ് നടത്തിയവർക്കായിരിക്കും. കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധി തീരാറായതോടെ സർക്കാർ മറ്റു മാർഗങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്തി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും 1000 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആരംഭിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയും KFCയും ചേർന്ന് ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപയോളമാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത്. ഒക്ടോബർ മാസം അവസാനത്തിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന സൂചനകൾ എത്തിക്കഴിഞ്ഞു. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു ഇൻഫർമേഷനായി വരുന്നതുവരെ ഗുഡ് ബൈ.